വിദ്യാർത്ഥിയും അഭ്യുതകാംക്ഷിയും IAS എന്നെ കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ ബഹുമാന്യനായ മന്ത്രിയും ആയിരുന്ന പ്രൊഫസർ KV തോമസ് എന്ന പ്രിയപ്പെട്ട തോമസ് മാഷ് അവരുടെ, ഡോക്ടർ ജോസ് ജോൺ, ഡോക്ടർ വർഗീസ് കാച്ചപ്പള്ളി, ബാബു ജോസഫ്, രേഖ തോമസ്, ബൃന്ദു ബിജു, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു എന്ന് കവി ചോദിച്ച ഒരു നിലപാടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെയൊരു അവസരം എനിക്കുണ്ടാക്കി തന്ന തോമസ് മാഷിനോട് ആദ്യമായി നന്ദി പറയുകയാണ്. തേവര കോളേജിൽ ഇതെൻ്റെ 4ാമത്തെ വരവാണ്. ആദ്യം വന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ്. അന്നിവിടെ ഒരു വലിയ വിദ്യാർത്ഥി സമരമുണ്ടായിരുന്നു. കേരളം ആകെ പിടിച്ചുലച്ച ഒരു വിദ്യാർത്ഥി സമരം. മുരളി എന്ന പേരുള്ള ഈ കോളേജിലെ വിദ്യാർത്ഥി പോലീസിൻ്റെ ലാത്തിച്ചാർജിൽ മരണമടഞ്ഞു എന്ന വാർത്ത വരുന്നു. മുരളിയുടെ രക്തസാക്ഷിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾ മുരളി ട്രോഫി പ്രസംഗ മത്സരം ഏർപ്പെടുത്തി. അന്ന് കേരള സർവകലാശാലയിൽ ഏറ്റവും വലിയ ട്രോഫി ഏതായിരുന്നു? മഹാരാജാസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, CMS കോളേജ് തുടങ്ങിയ പ്രഗത്ഭമായ കോളേജുകളിൽ നിന്നൊക്കെ ഉള്ള പ്രസിദ്ധരായ വിദ്യാർത്ഥി പ്രസംഗകരാണ് ഇവിടെ എത്തിയത്. അന്ന് ഞാൻ KE കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പ്രീ ഡിഗ്രി. എനിക്കന്ന് 17 വയസ്സ് ഉണ്ട്. 42 കിലോ ആണ് തൂക്കം. വലിയ പ്രഗത്ഭരായ കോളേജുകളിൽ നിന്ന് പ്രഗത്ഭരായ വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുന്ന പ്രസംഗ മത്സരത്തിൽ ആരോരും അറിയാത്ത ഒരു ഗ്രാമീണ കോളേജിൽ നിന്ന് ഒരാളെ വന്ന് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നറിയാമല്ലോ. ഞാൻ പ്രസംഗിക്കാൻ കയറി നിന്നു. ആദ്യ വാചകം പറഞ്ഞു. അപ്പോൾ സദസ്സിലിരുന്ന ഈ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം ചേർന്നിട്ട് എരുമ കരയുന്ന പോലെ കരഞ്ഞു. കാരണം എൻ്റെ ശബ്ദം പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഒഴിക്കുന്ന പോലെയാണ് എന്ന് MM ഹസൻ ഒരിക്കൽ പറയുകയുണ്ടായി. പക്ഷെ അവിടെ നിന്ന് ഞാൻ കുലുങ്ങാതെ പ്രസംഗിച്ചു. എനിക്ക് 1ാം സമ്മാനം കിട്ടി, മുരളി ട്രോഫി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ചെറിയ മനുഷ്യർക്കും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം. KE കോളേജ് അങ്ങനെ കൊച്ചു കോളേജൊന്നും അല്ല. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഉണ്ടായല്ലോ, നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അതിനുശേഷമാണ് ഈ പ്രസംഗ മത്സര വേദികളിൽ പോകാൻ എനിക്ക് ധൈര്യം ഉണ്ടായത്. അതുകൊണ്ട് എന്നെ പ്രസംഗ മത്സര വേദികളിലേക്ക് കൈപിടിച്ചുയർത്തിയ SH കോളേജിന്, തേവര സെക്രട്ടേറിയറ്റ് കോളേജിനെ എനിക്ക് മറക്കാനാവില്ല. ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ വിദ്യാർത്ഥി ആയിരുന്നില്ല എങ്കിലും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ എന്നെ പരിഗണിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ചാവറ പിതാവിൻ്റെ പേരിലാണ് ഈ വിദ്യാധനം ട്രസ്റ്റ് ഈ അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചാവറ പിതാവും അവാർഡും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, ചാവറ പിതാവിന് മനസ്സിലായി അവാർഡിന്റെ തുടക്കം ബൈബിളിലാണ്. മെനി ആർ കോൾഡ്, ഫ്യൂ ആർ ചോസൺ എന്ന് ബൈബിൾ പറയുന്നില്ലേ? അതിൻ്റെ അവാർഡ് മെനി ആർ കോൾഡ്, ഫ്യൂ ആർ ചോസൺ. ഇതിനർത്ഥം ഇന്നിവിടെ അവാർഡ് നേടിയവർ, അവാർഡ് കിട്ടാത്തവർ, നേടിയവർ തീർച്ചയായിട്ടും നമ്മെ എല്ലാം അഭിനന്ദിക്കുന്നു. ഈ അവാർഡുകളിൽ there are no winners and losers, there are only winners and winnables. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്.